Hey everyone, welcome back to the channel. ഇന്ന് നമ്മൾ TCLന്റെ C7K അല്ലെങ്കിൽ C72K എന്ന് പറയുന്ന 2025 മോഡൽ QD മിനി LED TV ആണ് റിവ്യൂ ചെയ്യുന്നത്. ഡിസൈൻ നോക്കിയാൽ നമുക്ക് വളരെ ബെസൽ ഒക്കെ വളരെ തിന്നാണ്. അപ്പോൾ നല്ല ഭംഗിയും നല്ല സ്റ്റൈലിഷും ആണ് കാണാൻ. മെറ്റൽ ഒരു പ്രീമിയം സോർട്ട് ഓഫ് ഫീൽ ആണ് നമുക്ക് കിട്ടുന്നത്. കംപ്ലീറ്റ് ഒരു ബ്ലാക്കും സിൽവറിന്റെ ഒരു മിക്സ്ഡ് ടോൺ ആയിട്ടാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു LGയോ അല്ലെങ്കിൽ സാംസങ്ങോ ഒക്കെ പോലെ തന്നെ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് TCL ഡിസൈനിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. വാൾ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ കംപ്ലീറ്റ് ബാക്കോട്ടും ഫ്രണ്ടിലോട്ടും പുള്ള് ചെയ്യാനും പുഷ് ചെയ്യാനൊക്കെ സാധിക്കും. HDMI പോർട്സും കാര്യങ്ങളൊക്കെ വരുന്നത് സൈഡിലാണ്. ടിവിനെ ഫേസ് ചെയ്യുമ്പോൾ ടിവിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ പോർട്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒപ്റ്റിക്കൽ ഇതുമാണ് ഈ റെഡ് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ കാണുന്നത്. അതിൽ നമ്മൾ ഒപ്റ്റിക്കൽ കേബിൾ കുത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ AVRലോ സൗണ്ട് ബാറിലോ നമുക്ക് കൊടുക്കാൻ പറ്റും. ടിവിൻ്റെ ഡിസൈനിൽ ഈ ബെസലിൽ തന്നെ നിങ്ങൾക്ക് കാണാം QD പ്രീമിയം LED എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഡിസൈൻ എലിമെൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ആൻഡ്രോയിഡ് TV, ഗൂഗിൾ TV ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സും നല്ലതാണ്. നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഫ്യൂച്ചറിൽ TCL തരുമെന്നും പ്രതീക്ഷിക്കാം. LED TV തന്നെയാണ് QD മിനി LED എന്ന് പറയുന്നത്. പക്ഷെ കുറച്ചും കൂടെ നമുക്ക് അതിന്റെ ബ്ലാക്ക് ലെവൽസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലോക്കൽ ഡിമ്മിങ് സോൺസ് കൂടുതൽ ഉണ്ടാവുകയും കുറച്ചും കൂടെ കൂടുതൽ നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെ നമുക്ക് നോർമൽ LED ടെക്നോളജിയെക്കാട്ടും കൂടുതൽ ഇതിൽ കിട്ടും. അപ്പോൾ OLED ഏറ്റവും ടോപ്പ് ടെക്നോളജി, കാണാൻ ഭംഗിയുള്ള OLED ടെക്നോളജി ഡിസ്പ്ലേയിൽ നിന്ന് ജസ്റ്റ് താഴെ ഉള്ളതാണ് ഈ ഒരു മിനി LED. ഇപ്പം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന മോഡൽ C72K, അതായത് ഫ്ലിപ്കാർട്ടിൽ C72K എന്ന് പറഞ്ഞ് വെക്കുന്ന മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വൺ ഓഫ് ദി മേജർ ഡിഫറൻസ് C7K എന്നുള്ള മോഡലിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെ സ്പീക്കേഴ്സാണ്. C7Kയിൽ ബാങ് ആൻഡ് ഒലൂസൺ എന്ന് പറഞ്ഞ കുറച്ച് പ്രശസ്തമായ ഓഡിയോ ട്യൂണിംഗ് കമ്പനിയാണ് കൊടുത്തിരിക്കുന്നത്. 60 വാട്ട് സ്പീക്കേഴ്സ് തന്നെയാണ്, 2.1 സബ് വൂഫറുള്ള സ്പീക്കേഴ്സാണ്. ഇതിൽ നമുക്ക് കിട്ടുന്നത് ഓങ്കിയോ എന്ന് പറഞ്ഞ വേറൊരു പ്രശസ്തമായ AVR അല്ലെങ്കിൽ ഓഡിയോ കമ്പനിയുടെ സ്പീക്കേഴ്സ് തന്നെയാണ്. ബാങ് ആൻഡ് ഒലൂസൺ സ്പീക്കേഴ്സ് C7Kയിൽ കുറച്ച് ട്രബിൾ കൂടുതലാണ്, ബേസ് കുറച്ച് കുറവുള്ള അങ്ങനത്തെ ഒരു സൗണ്ട് സിഗ്നേച്ചറാണ്. ഈ C72Kയിൽ ഓങ്കിയോ വരുന്ന ഇതിൽ കുറച്ചും കൂടെ ബേസ് കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്നത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഓങ്കിയോ മോഡൽസ് ആണ് കൂടുതൽ ഇവരെ സ്റ്റോക്ക് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് കേട്ട മാത്രമേ നല്ല സൗണ്ട് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുന്നത് പോലെ നല്ല രണ്ട് സബ് വൂഫേഴ്സ് ബാക്കിൽ ചെറിയൊരു ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സബ് വൂഫേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സാധാ സ്പീക്കറിൽ TV സ്പീക്കറിൽ നിന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ 16 വാട്ട് അല്ലെങ്കിൽ 20 വാട്ട് സ്പീക്കറിൽ നിന്ന് കേൾക്കുന്നതിനെക്കാട്ടും കൂടുതൽ നല്ല ഒരു വോളിയവും ഒരു തരക്കേടില്ലാത്ത ബേസും ഒക്കെ നമുക്ക് ഈ സ്പീക്കറിൽ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള 4K എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 4K റെസൊല്യൂഷനിലുള്ള ഒരു മിനി QLED ഡിസ്പ്ലേ തന്നെയാണ്. 2600 പീക്ക് നെറ്റ് ബ്രൈറ്റ്നസ് കിട്ടും. അതായത് ഏറ്റവും മാക്സിമം ബ്രൈറ്റ്നസ് പോകുന്ന സമയത്ത് 2600 നെറ്റ് ബ്രൈറ്റ്നസ് കിട്ടും. അതല്ലാതെ നമുക്കൊരു ആവറേജ് ആയിട്ട് സീൻസിലൊക്കെ 1000-1200 അങ്ങനത്തെ ഒരു നെറ്റ്സ് ബ്രൈറ്റ്നസ് വരെയാണ് നമുക്കിതിൽ കിട്ടുക. ഇപ്പോൾ HDR കോണ്ടന്റ് ഒക്കെ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ബ്രൈറ്റ്നസ് നെറ്റ്സിലേക്ക് പോകുക. ഇപ്പോൾ നിങ്ങൾ ഈ TV വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം യൂട്യൂബിൽ നിന്നൊക്കെ നമ്മൾ HDR കോണ്ടന്റ്, ഇപ്പോൾ ജെന്നിഫർ ഗാല എന്നൊക്കെ പറഞ്ഞൊരു HDR കോണ്ടന്റ് സ്പെസിഫിക്കലി ഉണ്ടാക്കുന്ന ചാനലുണ്ട്. കോണ്ടന്റ് ഒക്കെ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ TVൻ്റെ ശരിക്കുള്ള ആ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് കാണുവാൻ സാധിക്കും. 144 Hz റിഫ്രഷ് റേറ്റ് ഉള്ള പാനലാണ്. പിന്നെ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഗെയിം ആക്സലറേറ്റർ മോഡിൽ 288 Hz വരെ നമുക്കിതിൽ കിട്ടുന്നതാണ്. ഗെയിമിംഗ് ഒക്കെ കളിക്കുമ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ, അതായത് 288 Hz വരെ കിട്ടണമെങ്കിൽ ഫുൾ HD റെസൊല്യൂഷനിലാണ് നമുക്കത് കിട്ടാൻ സാധിക്കുക. പിന്നുള്ളത് ഈ ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനി LED ആയതുകൊണ്ട് നല്ല ബ്രൈറ്റ് സ്ക്രീനാണ്. HDR കോണ്ടന്റ് ഒക്കെ വരുന്ന സമയത്ത് ഇത് റിയലി നല്ലോണം പോപ്പ് ചെയ്യുന്നുണ്ട്. കളേഴ്സൊക്കെ നല്ല ബ്രൈറ്റ് ആണ്. നമ്മുടെ ഒരു ബ്രൈറ്റ് റൂമിൽ ആണെങ്കിൽ തന്നെ, ഇപ്പോൾ ലൈറ്റൊക്കെ നല്ലോണം ഉള്ള റൂമിലാണെങ്കിൽ തന്നെ വളരെ നന്നായിട്ട് നമുക്കിതിൻ്റെ ഒരു പിക്ചേഴ്സൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. HDR കോണ്ടന്റ് എടുക്കുകയാണെങ്കിൽ HDR10, HDR10+, പിന്നെ HLG, ഡോൾബി വിഷൻ എന്നുള്ള എല്ലാ ഒരു ഡിസ്പ്ലേ ഇത് കമ്പാറ്റബിലിറ്റിയും നമുക്ക് ഈ ഡിസ്പ്ലേ പാനലിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ TVയിൽ ആപ്പിൾ TV ഇൻബിൽറ്റ് ആയിട്ടുള്ള ആപ്പ് എന്നല്ല ഞാൻ പ്ലേ ചെയ്യുന്നത്. അവർക്ക് സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ 4K Fire TV ഇതിൽ HDMI പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് ആപ്പിൾ TV കളിക്കുന്നത്. നമുക്ക് HDR10ഉം 10+, ഡോൾബി വിഷനൊക്കെ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. സ്ക്രീനിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഡിസ്പ്ലേ കാണിക്കുന്നത് കാണാം. അപ്പോൾ ഡോൾബി വിഷൻ ആക്റ്റീവ് ആവുമ്പോൾ എന്താണ് ആ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ആ ഫിലിം മേക്കർ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ആ ഒരു കളേഴ്സിലും ആ ഒരു ബ്രൈറ്റ്നസും കാര്യങ്ങളിലും ആയിരിക്കും നിങ്ങൾ കാണുക. പിന്നെ ഇപ്രാവശ്യം ഇവർ ഈ VA പാനൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. IPS അല്ല. ക്രിസ്റ്റൽ ഒരു അലൈൻമെന്റ് ഇപ്രാവശ്യം കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആയിട്ട് ഹൊറിസോണ്ടൽ അലൈൻമെന്റിന് പകരം കുറച്ചും കൂടി ഒരു ബട്ടർഫ്ലൈ അലൈൻമെന്റ് പോലെ വേർട്ടിക്കൽ ആയിട്ടാണ് അവരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ ബ്ലാക്ക് ലെവൽസ് കുറച്ചും കൂടി നന്നായിട്ട് കൺട്രോൾ ചെയ്യുവാനും നല്ല കോൺട്രാസ്റ്റും ഇതും
കൊടുക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പിക്ചർ ക്ലാരിറ്റി നോക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിട്ടുണ്ട്. കളേഴ്സും കളർ ഗാമറ്റ്, ഇപ്പോൾ വൈഡ് കളർ ഗാമറ്റൊക്കെ ഇതിൽ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ കളേഴ്സും കൂടുതൽ ഡെപ്തിൽ ഇതിൽ ഡിസ്പ്ലേ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് OLEDയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു നല്ല കോൺട്രാസ്റ്റ് റേഷ്യോ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളത് വളരെ എടുത്തു പറയേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബ്ലാക്ക് ലെവൽസും ഹാലോ കൺട്രോളുമാണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ ക്രിക്കറ്റ് മാച്ചൊക്കെ നന്നായിട്ട് നല്ല നാച്ചുറൽ കളേഴ്സിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ കളർ നല്ല നാച്ചുറൽ ഗ്രീൻ ആയിട്ട് തന്നെ കാണുന്നത്, ഭയങ്കര ഓവർ ഗ്രീൻ ആയിട്ട് കോൺട്രാസ്റ്റ് പോലെയൊന്നും എനിക്ക് തോന്നിയില്ല. 98 ഇഞ്ച് സൈസിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഈ ലോക്കൽ ഡിമ്മിങ് സോൺസും പിന്നെ നമ്മുടെ ബ്രൈറ്റ്നസ്സും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. C7-2Kയും C7Kയും നമ്മൾ C7Kയിൽ കുറച്ചും കൂടെ കൂടുതലാണ് എന്നാണ് പല റിവ്യൂസും പറയുന്നത്. പക്ഷേ TCL ഇത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും കൊടുക്കാത്തത് കൊണ്ട് ഇത് പല മൾട്ടിപ്പിൾ സോഴ്സസ് നിന്ന് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. TCL തന്നെ പറയുന്ന അവരുടെ AI PQ Pro പ്രോസസ്സർ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ലെവൽസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ടെക്നോളജീസും ഈ HVA പാനലും പിന്നെ ഇവരുടെ ഇംപ്രൂവ്ഡ് അൽഗോരിതവും പിന്നെ കുറച്ചും കൂടെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള മൈക്രോ LED-കളും ഒത്തിണങ്ങി വന്നിട്ട് നമുക്ക് OLED TVയിൽ കാണുന്ന അതേ ബ്ലാക്ക് ലെവൽസ് തന്നെ ഓൾമോസ്റ്റ് ഇതിൽ മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, വിച്ച് ഇസ് റിയലി ഇംപ്രസീവ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഹണി എടുക്കുന്ന ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ആ ഹണീൻ്റെ ചുറ്റും ആ ഹണീൻ്റെ വടിയും ആ ഹണീൻ്റെ ആ ഗോൾഡൻ കളർ ഡിസ്പ്ലേൻ്റെ ചുറ്റും ബ്ലാക്ക് ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ പ്യുവർ ബ്ലാക്കിന് ഓൾമോസ്റ്റ് മാച്ച് ചെയ്യുന്നുണ്ട്. LGൻ്റെ പഴയ BX അല്ലെങ്കിൽ B10 മോഡലിൽ ഞാനിത് കാണിച്ചു തരാം. ഈ ഒരു കാണുന്ന ബ്ലാക്ക് ലെവൽസും ഇതും തമ്മിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ആ ഒരു OLED ലെവൽസ് തന്നെയാണ് ഓൾമോസ്റ്റ് ഇത് മാച്ച് ചെയ്യുന്നത്, വിച്ച് ഇസ് റിയലി ഇംപ്രസീവ്. അപ്പോൾ നല്ല ഈ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നല്ല റിഫൈൻഡ് വിഷ്വൽസും ലോക്കൽ എക്സ്ട്രാ ഡിമ്മിങ് സോൺസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇമേജിൻ്റെ ചുറ്റുമുള്ള ലൈറ്റ് ഓഫാക്കാനും ഓണാക്കാനും അല്ലെങ്കിൽ അത് കൂടുതൽ കൺട്രോൾ ചെയ്യുവാൻ അവർക്ക് അതിന് സാധിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഓഫാക്കാൻ പറ്റില്ല, കാരണം ഇത് മിനി LED ടെക്നോളജി ആയതുകൊണ്ട് തന്നെ. OLED TVക്കാണെങ്കിൽ ഇൻഡിവിജ്വൽ പിക്സൽ ഓഫാക്കാൻ പറ്റും. പിന്നെ ഒരു ഡിഫറൻസ് C7-2K ഈ ഓങ്ക്യോ സ്പീക്കേഴ്സ് വരുന്ന മോഡലിൽ പിക്ചർ മോഡിൽ IMAX എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞ ഒരു മോഡ് ഉണ്ട്. ഈ ഡോൾബി വിഷൻ പോലെ തന്നെ ഒരു പിക്ചർ ഫോമാറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് കാസ്റ്റിങ്ങിൻ്റെ കാര്യം പല ആൾക്കാരും കാസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിതിൽ ക്രോം കാസ്റ്റും എയർപ്ലേ 2 ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് എയർപ്ലേ 2 വഴി ഇത് സ്ക്രീൻ മിറർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫോണിൻ്റെ. അതേപോലെ തന്നെ നമ്മുടെ ക്രോം കാസ്റ്റ് വഴി നമ്മുടെ ഗൂഗിൾ ഫോൺ ആൻഡ്രോയിഡ് ആണെങ്കിൽ അതും നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി TCL പ്രൈസിൻ്റെ മുകളിൽ അഗ്രസീവായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന TV ബ്രാൻഡാണ്. കൊറിയൻ ബ്രാൻഡ്സ് ആയ LGയും സാംസങ് ഒക്കെയാണ് TV മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിലും, സോണി ജാപ്പനീസ് ബ്രാൻഡായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിലും ഇവരൊക്കെ വളരെ ഹയർ പ്രൈസ്ഡ് ബ്രാൻഡ്സ് ആണ്. ഡിസൈൻ വൈസ് നോക്കിയാലും ഫീച്ചേഴ്സിൽ നോക്കിയാലും ഡിസ്പ്ലേയുടെ ആ കേപ്പബിലിറ്റി നോക്കിയാലും എല്ലാത്തിലും ഈ ഒരു മോഡൽ ഭയങ്കര ഇംപ്രസീവാണ്. എസ്പെഷ്യലി ബ്ലാക്ക് ലെവൽസും കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലും. സർവീസിൻ്റെ കാര്യം TCL എന്തായാലും ഇംപ്രൂവ് ചെയ്യേണ്ടതാണ്. LGയുടെയും ഒരു സാംസങ്ങിൻ്റെയൊക്കെ ഒരു ട്രസ്റ്റ് ലെവൽ കസ്റ്റമേഴ്സിൽ വരണമെങ്കിൽ TCL എന്തായാലും അവരുടെ സർവീസ് ഗെയിം അപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഉടൻ തന്നെ നമ്മൾ ഈ TV ഡിസ്പ്ലേ ടെക്നോളജി ഡോൾബി HDR10 HDR10+ ഇതിനൊക്കെ ഒരു കമ്പയർ ചെയ്തിട്ട് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഷയോമീൻ്റെ സ്മാർട്ട് ബ്ലൂടൂത്ത് സ്പീക്കറും കൂടെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ് അടുത്ത്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. OnePlus Notch Buds 3 ഫ്രീ ആയിട്ട് ബ്രാൻഡ് ന്യൂ സാധനം ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ OnePlus Bud Notch 3 ചാനലിൽ സെർച്ച് ചെയ്താൽ മതി. അതിൽ എങ്ങനെയാണ് ഇതിൽ എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ക്രിസ്മസ് ഡേ 2025 നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും അതിൽ ഇൻവോൾവ് ആവുക.